ഹരിതം വടകരയുടെ 4ാമത് ഹരിതരത്ന പുരസ്കാരം മുൻ മന്ത്രി കൂടിയായ പി.കെ. ബാവയ്ക്ക് പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ സമ്മാനിച്ചു. കേരളത്തിലെ പുതിയൊരു വികസന മാതൃകയ്ക്ക് തുടക്കം കുറിച്ച ഭാവന സമ്പന്നനായ പൊതുപ്രവർത്തകനാണ് പി.കെ. ബാവ സാഹിബെന്ന മുനവർ അലി ശിഹാബ് തങ്ങൾ അഭിപ്രായപ്പെട്ടു. ഹരിതം വടകരയുടെ 4ാമത് ഹരിതരത്ന പുരസ്കാരം മുൻ മന്ത്രി കൂടിയായ പി.കെ. ബാവയ്ക്ക് സമ്മാനിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ സാമൂഹ്യ വികസന മേഖലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അപൂർവം നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം. എളിമയും വിനയവും കൈമുതലാക്കിയ അദ്ദേഹം കളങ്കരഹിതനായ പൊതുപ്രവർത്തകനായിരുന്നുവെന്നും മുനവർ അലി കൂട്ടിച്ചേർത്തു. നമുക്ക് ചരിത്രത്തിൽ തുല്യമുണ്ട്. കാരണം നമ്മുടെ സമയപരിധി ഉള്ളതുകൊണ്ട്, കാരണം ഇന്ന് നമുക്കറിയാം വെക്കേഷനായതുകൊണ്ട് ഒരുപാട് പരിപാടികൾ പല സ്ഥലത്തും നമ്മൾ എത്തേണ്ടതുണ്ട്. അവിടെയൊക്കെ ലേറ്റ് ആകുമ്പോൾ ആളുകൾക്ക് പ്രയാസമാകും. അപ്പോൾ ഒരു വ്യക്തിയെ ഇത്തരത്തിലുള്ള ആദരവ് നൽകുമ്പോൾ അത് നമുക്ക് കിട്ടുന്ന, കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം ഇവിടെ MC പറഞ്ഞ് നമുക്ക് അത്ഭുതം തോന്നുകയാണ്. അത്രയധികം കമ്മിറ്റ്മെന്റ്, സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും സമുദായത്തോടുള്ള ഒരു സമർപ്പണവും, ഇങ്ങനെ താഴെ തട്ടിൽ നിന്നും പാർട്ടിയെ നയിച്ചുകൊണ്ട് പാർട്ടിയെ കെട്ടിപ്പടുത്തുകൊണ്ട് വന്നിട്ടുള്ള നേതാവാണ്. പിന്നീട് അദ്ദേഹത്തിനുള്ള ഒരു അംഗീകാരം, അർഹതക്കുള്ള അംഗീകാരം അദ്ദേഹത്തിന് കിട്ടിയത്. എനിക്ക് ഓർമ്മ, ഞാൻ 91 ഞാൻ വളാഞ്ചേരി മർക്കസിൽ, എനിക്ക് തോന്നുന്നു ഞാൻ 9ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് അന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അധികാരത്തിൽ UDF വന്നപ്പോൾ 4 മന്ത്രിമാർക്കുമുള്ള സ്വീകരണം ഉണ്ടായിരുന്നു. അതിൽ കിറാസ് തൊട്ട് ഞാനായിരുന്നു. അന്ന് മുജാഹിദ് സാഹിബും E.T. മുഹമ്മദ് ബഷീർ സാഹിബും പി.കെ. ബാവ സാഹിബും C.T. അഹമ്മദ് സാഹിബുമായിരുന്നു മന്ത്രിമാർ. അപ്പോൾ ആ സമയം മുതൽ അദ്ദേഹത്തെ കാണാൻ തുടങ്ങിയത്. അതിന് മുന്നേ കണ്ടിട്ടുണ്ട്. വീട്ടിലൊക്കെ വരുമ്പോൾ ചെറുപ്പത്തിലെ ഞാനൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽ കാണാൻ തുടങ്ങിയിട്ടുള്ളൊരു നേതാവാണ്. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ പ്രയാണമായിരുന്നു. ഇവിടെ പോകുമ്പോൾ ആ അധികാരം, ആ ഒരു മന്ത്രിസഭ കഴിഞ്ഞ ശേഷം പിന്നെ എവിടെ പോകുമ്പോഴും ആളുകൾ നമ്മുടെ ഓരോ പരിപാടിക്ക് പോകുമ്പോഴൊക്കെ കാണിച്ചിരുന്നു ബാബ സാഹിബിന്റെ കാലത്ത് ഉണ്ടാക്കിയ പാലാണ്, ബാബ സാഹിബിന്റെ കാലത്ത് ഉണ്ടാക്കിയ റോഡാണ്. അപ്പൊ അങ്ങനെ വികസനത്തിന്റെ ഒരു പെരുമഴയായിരുന്നു അദ്ദേഹത്തിന്റെ കാലം. പ്രത്യേകിച്ച് പൊതുമരാമത്ത് വകുപ്പ് അന്ന് കൈകാര്യം ചെയ്തപ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു വലിയ വികസനം. പിന്നെ അതുമായി ഞാൻ കൂടുതലും ബന്ധപ്പെടാൻ അവസരം കിട്ടിയത് നമ്മുടെ കാപ്പാട് എന്ന സ്ഥാപനമുണ്ട്. ഇവിടെ MC സൂചിപ്പിച്ചതുപോലെ അനുയോജ്യ ഭാഗമായി അവിടെ നടത്തുന്ന ഒരു ഹസനിയ കോഴ്സ്, അവിടെ അദ്ദേഹം വലിയ തിരക്കുള്ള സമയത്ത്, കാരണം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ട്രഷററായി, അതിന് മുന്നേ അദ്ദേഹം ജില്ലാ നേതാവായിരുന്നു. ആ സമയത്തൊക്കെ തന്നെയും ഈ ഒരു സ്ഥാപനം കെട്ടിപ്പടുക്കാൻ അദ്ദേഹം കാണിക്കുന്ന ഒരു വലിയ ഒരു താല്പര്യവും വിദ്യാഭ്യാസ മേഖലയിൽ തേങ്ങാനിയും അതുപോലെ ഈ സ്ഥാപനവും സ്കൂളും ഒക്കെ എന്ത് താല്പര്യപൂർവമാണ് അദ്ദേഹത്തിന്റെ. ചടങ്ങിൽ ഹരിതം വടകര പ്രസിഡന്റ് കോറത്ത് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. മുഖ്യാതിഥി ഷാഫി പറമ്പിൽ MP പി.കെ. ബാവയ്ക്ക് ഷാൾ അണിയിച്ചു. MC വടകര മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള, വനിതാ ലീഗ് സംസ്ഥാന സെക്രട്ടറി P. കുൽസു, OK. കുഞ്ഞബ്ദുള്ള, NP അബ്ദുൽ ഹാജി, PP ജാഫർ, ഷുഹൈബ് കുന്നത്ത്, M. ഫൈസൽ, അഫ്നാസ് ചോറോട്, അൻസാർ മുഖച്ചേരി, മഹറൂഫ് വെള്ളികുളങ്ങര, MT നാസർ, മുക്കാട്ട് മുഹമ്മദ്, PK മജീദ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. വടകര നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മുസ്ലിം ലീഗ് പ്രതിനിധികൾക്ക് ഹരിതം വടകര ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ പി.കെ. ബാവ വിതരണം ചെയ്തു. ഹരിതം വടകര ജനറൽ സെക്രട്ടറി ഷിജാർ C സ്വാഗതവും ട്രഷറർ സുനീത് ബക്കർ നന്ദിയും പറഞ്ഞു.